മഴയും കാടും പുഴയും നശിക്കാതിരിക്കാനുള്ള അവസാന ശ്രമങ്ങളിൽ ആരവല്ലിക്കായി സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. ആരവല്ലി മലനിരകളുടെ നിർവചനവുമായി ബന്ധപ്പെട്ട്, അതായത് ആരവല്ലി മലനിരകൾക്ക് 100 മീറ്റർ ഉയരത്തിന്റെ നിർവചനം നൽകിയ കേന്ദ്ര റിപ്പോർട്ട് സുപ്രീം കോടതി ഒരു സമയത്ത് ശരിവെക്കുകയും പിന്നീട് വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ആ ഉത്തരവ് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ നിർവചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ഉന്നതാധികാര വിദഗ്ധ സമിതിയോട് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി ഇപ്പോൾ. ഇന്ന് നമ്മുടെ നാട്ടിൽ നാം അനുഭവിക്കുന്ന അസഹനീയമായ ചൂടും കാലാവസ്ഥാ വ്യതിയാനങ്ങളും കണക്കിലെടുക്കുമ്പോൾ ആരവല്ലി പോലുള്ള പ്രകൃതിദത്ത സംരക്ഷണങ്ങളുടെ അല്ലെങ്കിൽ അവയുടെ ആവശ്യം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. താർ മരുഭൂമിയിൽ നിന്നുള്ള ചൂടിലും പൊടിക്കാറ്റിലും വലയാനിരിക്കുന്ന തലസ്ഥാനം അടക്കമുള്ള നഗരികളെ തടഞ്ഞു നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെ ചൂടിൽ നിന്നും ഈ പൊടിക്കാറ്റിൽ നിന്നും എല്ലാം തടഞ്ഞു നിർത്തിക്കൊണ്ട് വിശാലമായി അതിനെ സംരക്ഷിക്കുന്ന ഒരു ഹരിത ഭിത്തിയാണ് ഈ ആരവല്ലി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ മടക്ക് പർവ്വത നിരകളിൽ ഒന്നാണ് ആരവല്ലി മലനിരകൾ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭൂപ്രദേശത്തെ മരുവൽക്കരണത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന പ്രകൃതിയുടെ ഒരു ഹരിത കവചമാണിത്. ഈ മലനിരകൾ ഭൂഗർഭജലത്തിന്റെ റീചാർജിങ്, ചമ്പൽ, സബർമതി, ലൂണി തുടങ്ങിയ നദികളുടെ നീരുറവകൾ അത് വറ്റാതെ നിലനിർത്തുന്നതിനും ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും ഒരു സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. ആരവല്ലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയുള്ള ഭൂരിഭാഗം കുന്നുകളും 100 മീറ്ററിൽ താഴെയുള്ളവയാണ് എന്നതാണ്. ശരാശരി അതിന്റെ ഉയരം പലപ്പോഴും ഏകദേശം 20 മീറ്റർ ഒക്കെയാണ് വരുന്നത്. രാജസ്ഥാനിൽ മാത്രം 11,67,053 കുന്നുകൾക്ക് 100 മീറ്ററിൽ താഴെയാണ് ഉയരം. ഏകദേശം 1.44 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉള്ളതാണ് ഈ ആരവല്ലി വനമേഖല എന്ന് പറയുന്നത്. എന്നാൽ കേന്ദ്രത്തിന്റെ ഒരു നിർവചന പ്രകാരം 500 മീറ്റർ പരിധിക്ക് ഉള്ളിൽ 2 അതിലധികമോ 100 മീറ്ററിന് മുകളിലുള്ള കുന്നുകൾ ഉണ്ടായാൽ മാത്രമേ അവയെ ആരവല്ലി മലനിരകളിൽ പെട്ടതായി കണക്കാക്കൂ. അതിന്റെ ഫലമായി ആരവല്ലിയുടെ ഏകദേശം 90% പ്രദേശങ്ങളും ഈ സംരക്ഷണ പരിധിക്ക് പുറത്താകും എന്ന ഒരു നില വന്നിരുന്നു. കാരണം ഈ മേഖലയിലെ വലിയൊരു ഭാഗവും വരുന്നത് കുറ്റിച്ചെടികളും പുൽമേടുകളും നിറഞ്ഞ ചെറിയ കുന്നുകളാണ്. ഇങ്ങനെ കടുത്ത സംരക്ഷണ പരിധിക്ക് പുറത്ത് ആകുക എന്നൊരു സാഹചര്യം വരുന്നത് ആരവല്ലി കുന്നുകൾക്ക് നിലവിലുള്ള ഖനന നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ തന്നെ കാടിന്റെ പല പ്രദേശങ്ങളും അനധികൃതമായി ഖനനത്തിന് വേണ്ടി കയ്യേറുകയാണ്. ഡീഫോറസ്റ്റേഷൻ, അതിവേഗ നഗരവൽക്കരണം, മാർബിൾ, മറ്റ് ധാതുക്കളുടെ ഖനനം, ഇതുമെല്ലാമായി ബന്ധപ്പെട്ട് തന്നെ ആരവല്ലിയുടെ പരിസ്ഥിതി വളരെയധികം ബാധിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഗുരുഗ്രാം, ഫരീദാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിൽ പൊടിക്കാറ്റ് വർദ്ധിക്കുന്നതും ചൂട് കൂടുന്നതിനും എല്ലാം ഇത്തരത്തിലുള്ള ആരവല്ലിക്കുണ്ടായിട്ടുള്ള ശോഷണങ്ങൾ കാരണമായിട്ടുണ്ട്. തന്മൂലം താർ മരുഭൂമിയുടെ സ്വാധീനം കിഴക്കോട്ട് വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ നിർവചനം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആരവല്ലിയുടെ 60%-ലധികം വരുന്ന പ്രദേശം ഖനനത്തിനായി വിട്ടുകൊടുക്കാനുള്ള നീക്കത്തിലേക്കും ഖനന മാഫിയയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിലേക്കും പരിസ്ഥിതി നാശം വേഗത്തിലാക്കുന്നതിനും കാരണമാകും എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ 40 വർഷത്തിനുള്ളിൽ തന്നെ ആരവല്ലിയുടെ വനാവരണം 7.6% കുറഞ്ഞിട്ടുള്ളത്. 20 വർഷത്തിനുള്ളിൽ ആരവല്ലിയുടെ 35%-ൽ അധികം ഭാഗങ്ങളും നശിച്ചു പോയിട്ടുണ്ട്. അനധികൃത ഖനനത്തിന്റെ ഫലമായി രാജസ്ഥാനിലെ ഏകദേശം 30 കുന്നുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായിട്ടുണ്ട്. പേപ്പറുകളിൽ ഖനനം നിയന്ത്രിതമാണെന്ന് പറയുമ്പോഴും നൂറുകണക്കിന് പ്രദേശവാസികളുടെ വീടുകളും കൃഷിയിടങ്ങളും കിണറുകളും നശിച്ച അവസ്ഥയിലാണുള്ളത്. അതിനാൽ തന്നെ അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകർ ഇതിനെ അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമായിട്ടാണ് കണക്കാക്കുന്നത്. 2025-ൽ സുപ്രീം കോടതി 100 മീറ്റർ ഉയര പരിധി അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര റിപ്പോർട്ടിനെ ശരിവെച്ചിരുന്നുവെങ്കിലും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഡിസംബർ 29-ന് ആ ഉത്തരവ് മരവിപ്പിക്കപ്പെടുകയായിരുന്നു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിർവചനം അനുസരിച്ച് 100 മീറ്ററോ അതിലധികമോ ഉയരമുള്ള കുന്നുകളെയാണ് ആരവല്ലി കുന്നുകളായി കണക്കാക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആരവല്ലിയുടെ ഭൂരിഭാഗം കുന്നുകളും 100 മീറ്ററിൽ താഴെയാണുള്ളത്. അതേസമയം കേന്ദ്രം നൽകിയ നിർവചന പ്രകാരം 2006 മുതൽ നിലവിലുള്ള ക്രമീകരണത്തിന്റെ തുടർച്ച മാത്രമാണെന്നും വെറും 100 മീറ്ററിൽ ഉയരമുള്ള കുന്നുകൾ മാത്രമല്ല അവയോട് ചേർന്നിട്ടുള്ള താഴ്വരകളും തങ്ങൾ സംരക്ഷിക്കുമെന്നും ആരവല്ലി മേഖലയിലെ വെറും
0.19% പ്രദേശത്താണ് നിലവിൽ ഖനന പ്രവർത്തനങ്ങൾ ഉള്ളതെന്നും ബാക്കി പ്രദേശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും ഖനനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് കുന്നുകളുടെ കൃത്യമായ മാപ്പിംഗ് സർവേ ഓഫ് ഇന്ത്യയുടെ ഭൂപടങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയും നിർബന്ധമാക്കുമെന്നും സംരക്ഷിത വനങ്ങൾ, പരിസ്ഥിതിലോല പ്രദേശങ്ങൾ, കടുവ സങ്കേതങ്ങൾ, നീർത്തടങ്ങൾ എന്നിവയ്ക്ക് സമീപമുള്ള മേഖലകളിൽ ഖനനം അനുവദിക്കില്ലെന്നുമെല്ലാം സർക്കാർ പറയുന്നു. എന്നാൽ ഇപ്പോൾ തന്നെ അവിടെ നടക്കുന്ന ഖനന പ്രവർത്തനങ്ങളിൽ ആ പരിതസ്ഥിതി അല്പമധികം വ്രണപ്പെട്ടിരിക്കുന്നതാണ്. പേപ്പറുകളിൽ മാത്രമാണ് ഖനനം നടക്കാത്തതും പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുന്നതും. കാലാവസ്ഥാ വ്യതിയാനങ്ങളാലും കടുത്ത ചൂടിനാലും ജലക്ഷാമത്താലും വലയുന്ന നാടിന് ഒരു പരിധിവരെ പിടിച്ചു നിർത്തുന്നത് ആരവല്ലി പോലുള്ള പ്രകൃതിയുടെ ഈ സംഭാവനകളാണ്. ഇതിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ സർക്കാരിനെ ഒഴികെ ബാക്കി എല്ലാവരെയും അസ്വസ്ഥരാക്കാൻ പോകുന്നതുമാണ്. ഇത് വെറും ചില വ്യക്തികളുടെയോ രാഷ്ട്രീയക്കാരുടെയോ അവരുടെ കീശയുടെയോ സ്വാർത്ഥ താല്പര്യങ്ങളുടെയോ കുന്നുകളുടെയോ വനങ്ങളുടെയോ മാത്രം പ്രശ്നമല്ല. ഇന്ത്യയുടെ കാലാവസ്ഥ സംരക്ഷണങ്ങളുടെയും ജലസുരക്ഷയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും ഭാവിയുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ആരവല്ലി മലനിരകളെ സംരക്ഷിക്കുന്നത് ഭാവി തലമുറകളെ സംരക്ഷിക്കുന്നത് തുല്യവുമാണ്. ഉന്നതാധികാര വിദഗ്ധ സമിതിയെ നിയമിക്കുന്നു എന്ന ഇടപെടൽ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത് ആശ്വാസകരമാണ്. ഒപ്പം ആരവല്ലി പോലുള്ള ഇന്ത്യയുടെ കാലാവസ്ഥയെ തന്നെ നിലനിർത്തുന്ന മലനിരകളെ നശിപ്പിക്കാനോ ഖനനത്തിനായി വിട്ടുകൊടുക്കാനോ ഉള്ള ഏതു നീക്കവും തടയപ്പെടണം. വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെ ബലിയാടാക്കുന്ന സമീപനങ്ങൾ അവസാനിപ്പിച്ച് ആരവല്ലിയുടെ സമഗ്ര സംരക്ഷണം ഉറപ്പാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ആ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.